ഇതൾ നിറയും പൂവേദി ഏതു വിഷാദ സ്മൃതിയിലണിഞ്ഞു നീ എന്നോടൊരു വാക്കുരിയാടാൻ നിറമിഴികളിലും വയ്ക്കാൻ ക്ലാസിക്കൽ സംഗീതത്തിനും അതേപോലെ തന്നെ ഫോക്ക് സംഗീതത്തിനും ഒരുപാട് ഈണങ്ങൾ പകർന്നു നൽകിയ, ഒരുപാട് സംഭാവനകൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്ററാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. മാസ്റ്ററുടെ സംഗീതത്തിൽ വന്നിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ തന്നെയായിരിക്കും എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചന്ദനം മണക്കുന്ന പൂന്തോട്ടത്തിലേക്കൊന്ന് പോയാലോ മാസ്റ്റർ? ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, മരത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം ഹരിനാമജപം. ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ശരിക്കും അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ഫാദർ ഇൻ ലോ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്നത് മാസ്റ്ററിൻ്റെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ പാടാൻ പറ്റി. ഒപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ സിസ്റ്റർ ഇൻ ലോസും എൻ്റെ ഹസ്ബൻഡ് ചേട്ടനും ഒക്കെ കൂടിയാണ് ഈ പാട്ടിന് ട്രാക്ക് പാടിയതും ഈ കോറസ് പാടിയതും ഒക്കെ അവരാണ്. അവരുടെ ആ വോയിസിലുള്ള ആ ഒരു അച്യുതം കേശവം എനിക്കിപ്പം മാസ്റ്ററിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു വെറുതെ എനിക്കൊന്നും പാടാൻ അറിയില്ല. എൻ്റെ പാട്ട് ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരൊക്കെ ഓടിപ്പോ. എന്നാലും അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. മാസ്റ്ററിന് അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്ന പാട്ടുകാരനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. നല്ല ജ്ഞാനസ്ഥനായിരുന്നു. പാട്ട് പറഞ്ഞു കൊടുത്താൽ ഉടനെ മനസ്സിലാക്കുക, മെലഡി മനസ്സിലാക്കി പാടാനുള്ള കഴിവ്, ക്യാച്ചിങ് പവർ ഗംഭീര. ഒരു ടൈപ്പ് റെക്കോർഡ് പോലെയായിരുന്നു അദ്ദേഹത്തിന് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ. നമ്മളൊരു പാട്ട് ഉണ്ടാക്കിയാൽ ആ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് അത് പാടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഒരുപാട് പാട്ടുകാരെ നമ്മൾ പരിശോധിച്ചാൽ അത് മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരാളായിരുന്നു. പാദമുദ്ര എന്ന് പറഞ്ഞ സിനിമയില് അച്ഛനാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്നുള്ള പാട്ടിന് ട്രാക്ക് പാടിയത്. മാസ്റ്റർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് പാടിക്കാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചട്ടക്കൂടും അതിൻ്റെ ഒരു പ്രത്യേകതകളും നമ്മളൊന്നും പറയുന്നത് പോലെ അല്ല. അതങ്ങ് വന്ന് സംഭവിക്കുന്നത് ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു ഫോക്ക് പാട്ടിനെ കുറിച്ച് പറയുമ്പം ഏറ്റവും കൂടുതൽ ഫോക്ക് പാട്ടുകൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും മാസ്റ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഫോക്ക് അത് നമ്മൾ തരങ്ങിണിയുടെ ഫസ്റ്റ് ഗ്രാമീണഗാനങ്ങൾ തന്നെ നല്ല ലക്ഷണം അതിൻ്റെ. അത് നമ്മുടെ മുല്ലരേഴി മാഷും ഞാനും ചേർന്ന് തരങ്ങിണി ചെയ്ത ദാസേട്ടനും സുജാത ഒന്നും ചിത്രം പാടി തുടങ്ങിയില്ല. അപ്പോൾ അന്ന് അതിൽ പാടുന്നത് സുജാതയാണ്. അതിൽ സുജാത പാടുന്നൊരു പാട്ടുണ്ട്. ഇല്ലം നിറ വല്ലം നിറ വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിന് പൊൻകതിരേവാ. അങ്ങനെ പാട്ട് സുജാത. അതെ, അതേമാതിരി തന്നെ അതിലൊരുപാട് ഗ്രാമീണ ഗാനങ്ങളിൽ നിറയെ പാട്ടുകൾ ജനങ്ങളൊക്കെ വളരെയധികം ഇതും നെഞ്ചിലേറ്റി നടക്കുന്ന പാട്ടുകളാണ്. തെക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും തെയ്യത്തിന് ചെമ്മാന പന്തല്
നക്ഷത്ര പൂമാല മാറിയില് ചെമ്പരത്തിപ്പൂ കണ്ണില് തെക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും തെയ്യത്തിന് ചെമ്മാന പന്തല് നക്ഷത്ര പൂമാല മാറിയില് ചെമ്പരത്തിപ്പൂ കണ്ണില്. അതൊക്കെ ദാസേട്ടൻ മനോഹരമായിട്ട് പാടില്ല. അപ്പോ മാസ്റ്ററിന് ശരിക്കും ദാസേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉള്ള ഒരു അനുഭവം ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാമോ? ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ മഹാ ഗാനഗന്ധർവൻ. അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മോഹം, ആഗ്രഹം സാഫല്യമായിരുന്നു. അതാണ് നടക്കുക എന്നുള്ളത്. അങ്ങനെ നടന്നിട്ടൊരു കാലത്താണ് ഇങ്ങനെ ഒരു പാട്ട്, 4 പാട്ടുകളുള്ള ഒരു സിനിമ എൻ്റെ ഗ്രാമം എന്ന സിനിമയിൽ സംഗീത സംവിധാനത്തിന് വേണ്ടി ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അർജുനൻ മാസ്റ്റർ എൻ്റെ ഗുരു, ദേവരായ മാസ്റ്റർ മാനസ ഗുരു, ഇത് നേരിട്ട് ഉള്ള ഗുരു ആയിട്ട് നമ്മൾ ഇന്നും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അർജുനൻ മാസ്റ്റർ അടുത്ത് ചെന്നു. ശ്രീമൂലാർ വിജയൻ ചേട്ടനും ഞാനും ഞാനൊരു സിനിമയുടെ 4 പാട്ടുകളാണ്. അപ്പോൾ അത് നമുക്കത് ചെയ്യണം. ദാസ് ഒരു പാട്ട് സോളോ, ഒരു പാട്ട് 2 പേരും കമ്മേറ്റഡ് പാടുന്ന പാട്ട്, പിന്നെ സിയാൻ്റെ ഒരു പാട്ട്, വാണിയമ്മ ഒരു പാട്ട്, ഇങ്ങനെ 4 പാട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അർജുന മാഷ അടുത്ത് ചെന്ന് നമസ്കരിച്ച് വിവരം പറഞ്ഞപ്പോൾ ഈ ഓർക്കസ്ട്രയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ കുഴപ്പം വരരുത്. അപ്പോൾ ഒരു മലയാളിയായ തന്ന് തമിഴിനോ മറ്റുള്ള ഇതര ഭാഷക്കാരാണെങ്കിൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് നമുക്ക് ആരാണ് മാസ്റ്ററെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മാസ്റ്റർ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ നമ്മുടെ ജോൺസൺ ആയാലോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. മാസ്റ്റർ ചോദിച്ചു. ഞാൻ ആ ജോൺസൺ മതി മക്കളെ മിടുക്കന എന്ന് മാസ്റ്റർ കൺസെൻറ്റ് കിട്ടി. അങ്ങനെ അർജുന മാസ്റ്റർ പറഞ്ഞപ്പോൾ ജോൺസൻ്റെ അടുത്ത് പോയി 4 ദിവസം ഇരുന്ന് ഈ പാട്ടുകൾ പാടി ഞങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിട്ട ചെയ്ത് ഇത്ര ഇൻസ്ട്രുമെൻറ്റ് ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോൺസനോട് ഏൽപ്പിക്കുക ചാർജ്. അപ്പം ജീവിതത്തിൽ ആദ്യമായി സിനിമാ ഗാനങ്ങൾക്ക് ആദ്യം ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നതും ജോൺസൺ ഇതിനാ. ജീവിതത്തിൽ ഒരുപാട് അത് എനിക്കറിയില്ലായിരുന്നു. ചാനലില് ജോൺസൺ അത് പറഞ്ഞപ്പോൾ കൽപ്പാത്തകാലത്തോളം എന്നുള്ള പാട്ട് പാടിയപ്പോൾ ജോൺസൺ പറഞ്ഞതാ. അപ്പോഴാണ് ഞാൻ ആ വളരെ അത്ഭുതപ്പെട്ടെ. ഓഹോ, അതാണല്ലേ ഇൻഡിപെൻഡൻ്റ് സാധനം സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്ത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളെ വിട്ടുപോയി. അദ്ദേഹം വളരെ ഞങ്ങൾ വളരെയധികം എന്താ പറയുക, വളരെ ചെറുപ്പം മുതൽ എനിക്ക് ജോൺസണായിട്ട് നല്ല ബന്ധമാണ്. ഈ തൃശ്ശൂരിൽ നിന്ന് സെൻറ് തോമസ് കോളേജിൽ നിന്ന് പഠിച്ച് പോയി മദ്രാസിൽ ചെല്ലുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾ നല്ല ചങ്ങാത്തായിരുന്നു. വളരെ ചെറിയ, എന്നെക്കൂടെ വളരെ ജൂനിയറാണ്. ഗംഭീര ടാലൻ്റായിരുന്നു. അത് ചെറുപ്പത്തിൽ അത് തെളിയിച്ചു. ഫ്ലൂട്ട് വായിക്കും, ഹാർമോണിയം വായിക്കും, തബല വായിക്കും, ഗിറ്റാർ വായിക്കും. ഇത് ഇത്ര നിലവാരത്തിലേക്ക് എത്തുന്നുള്ളത് അന്ന് തന്നെ അവൻ കാണിച്ചിട്ടുണ്ട്. എനിക്കറിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ മാസ്റ്റർ ദേവരായ മാസ്റ്ററല്ലേ സിംഹത്തിൻ്റെ കൂടെയല്ലേ പോയേ. സിംഹത്തിൻ്റെ കൂടെ പോയപ്പോൾ പിന്നെ പറയാനില്ലല്ലോ. പിന്നെ അവിടെ ചെന്ന് ആ സ്കൂളിൽ മിലിറ്ററി ചിട്ടയിൽ ആയി. മൂപ്പര് അതേപോലുള്ളൊരു സ്വഭാവത്തിൻ്റെ ആളായി.